ഹലോ ട്രേഡേഴ്സ്, ഇന്ന് ഫെബ്രുവരി 13 വ്യാഴാഴ്ച ദിവസമാണ്. നമുക്കറിയാം ഇന്ന് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ഡേയും കൂടിയാണ്. അപ്പം ഒരു ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു ഓപ്ഷൻ ബയർ അയാളുടെ ക്യാപിറ്റൽ ബ്ലാസ്റ്റ് ചെയ്യുന്ന ദിവസം കൂടിയാണ് വീക്കിലി എക്സ്പയറി ഡേ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര വോളട്ടൈൽ ആണ്, അല്ലെങ്കിൽ ഒരു പ്രീമിയം ഏറ്റവും കൂടുതൽ മെൽറ്റ് ആകുന്ന കുറെ ദിവസങ്ങളാണ് ഇപ്പം ഈ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് നമ്മളിപ്പോൾ കാണാൻ പറ്റുന്നത്. മാർക്കറ്റ് അപ്പം ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ലെവലിലും കൂടിയാണ് ഇപ്പൊ നിൽക്കുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പം നമ്മുടെ വീക്കലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ, ഈ കഴിഞ്ഞ 3 ആഴ്ചക്കിടയ്ക്ക് 2 തവണയാണ് നിഫ്റ്റി ഈ ഒരു 23,000 എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് അറിയാം, ടെക്നിക്കൽ അനാലിസിസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ തവണ ഒരു സപ്പോർട്ട് ലെവലോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ലെവലോ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ടോ അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് ലെവൽ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ പറയുന്നത്. അപ്പം അതേപോലെ തന്നെ ആ ഒരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കണം ഒരു ട്രേഡർ. അതായത് 23,000 ലെവൽ എന്ന് പറയുന്നത് ഈ 3 ആഴ്ചക്കിടയ്ക്ക് 2 തവണ ബ്രേക്ക് ചെയ്യാൻ പറ്റി നിഫ്റ്റിക്ക്. അതുകൊണ്ട് ഇനിയൊരു കനത്ത സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ അടുത്ത തവണ 23,000 ലെവൽ ഈസിലി ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിന് താഴെ ക്ലോസ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പം ആസ് നമുക്കിപ്പം ഈ ഒരു ലെവൽ, അതായത് 23,790 എന്ന് പറഞ്ഞ ലെവലാണ് 2 തവണ ഈ ഒരു സെയിം ലെവലിൽ വന്ന് നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് നിന്നു. അതുകൊണ്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 22,800 എന്ന് കൂട്ടിക്കും. അതായത് 22,800 എന്ന് പറഞ്ഞ ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. കാരണം 2 തവണ ആ ലെവലിൽ സപ്പോർട്ട് എടുത്തു. ഇനി നിഫ്റ്റി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഫർദർ ഡൗൺഫോൾ നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് ഈ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്കറിയാം, ഇവിടെ കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് നിഫ്റ്റിയിൽ കണ്ടിന്യൂസ് റെഡ് ക്യാൻഡിൽ തന്നെ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് നിങ്ങൾ പാസ്റ്റ് ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മൾ നോക്കിയാൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് റെഡ് ക്യാൻഡിൽ ഫോൾ നടന്ന ആഴ്ചകൾ അല്ലെങ്കിൽ ഇതിനകത്ത് കാണാനേ പറ്റുന്നില്ല. അപ്പം അത്രയ്ക്കും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫോൾ ആണ് അപ്പൊ, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്നത്, മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പം അത് തന്നെയല്ല, ഈ ഒരു ഫോളിന്റെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഈ ഒരു ഫോള് അതായത് താഴോട്ട് വന്നപ്പോഴത്തേനും ഇതിന്റെ റെഡ് ബോഡിയുടെ ഈ ക്യാൻഡിലിന്റെ മറ്റേ ബോഡിയുടെ സൈസ് കൂടി വരും. അതായത് ആ സെല്ലിംഗ് ഇന്റൻസിഫൈ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോ ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൂടാതെ നിങ്ങളിപ്പം ഈ ഒരു റൈസിന്റെ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ലെവൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് വരച്ചു നോക്കാം. അതായത് ഇതായിരുന്നു 50%, അതായത് 23,314 എന്ന് പറഞ്ഞ ലെവലായിരുന്നു ഈ ഒരു റൈസിന്റെ 50% റിട്രേസ്മെന്റ് ലെവൽ എന്ന് പറയുന്നത്. അത് മൺഡേ ആ ഒരു ലെവല് നിഫ്റ്റി ഹോൾഡ് ചെയ്തെങ്കിലും ട്യൂസ്ഡേ, വെനസ്ഡേ ആ ലെവലുകളും നിഫ്റ്റി ബ്രേക്ക് ചെയ്തു. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റ് ഭയങ്കരമായിട്ടുള്ളൊരു ബിയറിഷ് മോഡിൽ തന്നെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ലെവൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിന്റെ സെന്റിമെന്റ് എന്ന് പറഞ്ഞാൽ സെൽ ഓൺ റൈസ് മാർക്കറ്റ് ആണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു കോൾ ഓപ്ഷൻ ബയർ ആണെങ്കിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതായത് ഒരു സെൽ ഓൺ റൈസ് മാർക്കറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കോൾ ഓപ്ഷനിൽ നിങ്ങളുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെറ്റപ്പ് കിട്ടിയിട്ട് മാത്രമേ എൻട്രി ചെയ്യാവുള്ളൂ. ഇനിയിപ്പം നിങ്ങൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് എത്തുമ്പോഴത്തേനും അത് ബുക്ക് ചെയ്ത് മാറിയിരിക്കണം. അല്ലാതെ നിങ്ങൾ ഒരു ഷോർട്ട് കവറിങ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് യാതൊരു കാരണവശാലും അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കും എന്നുള്ള പ്രതീക്ഷയിലൊന്നും അങ്ങനെ ഒരു കോൾ ഓപ്ഷൻ നിങ്ങൾ ഹോൾഡ് ചെയ്യരുത്. ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി നമുക്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടിലൂടെ പോയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇന്നിപ്പോ നിഫ്റ്റിയിൽ ഇന്നിപ്പോ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള മാർക്കറ്റിൽ ഓപ്പണിംഗിൽ നമുക്ക് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള ഓപ്പർച്യൂണിറ്റികളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നമ്മളിപ്പം ഈ മുമ്പേ പറഞ്ഞ പോലെ, അതായത് നിഫ്റ്റി കഴിഞ്ഞ 5 ദിവസമായിട്ട് തുടർച്ചയായിട്ട് അതായത് ഒരു ലോവർ ഹൈ പാറ്റേണിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
ഇന്നലത്തെ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് ഇന്നലെ നിഫ്റ്റിയിൽ ഡെയിലി 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതായത് ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം നമുക്കറിയാം ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് പോയിന്റ് ഓഫ് വ്യൂല് ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഓവറോൾ ട്രെൻഡ് എന്ന് പറയുന്നത് ഹെവിലി ബിയറിഷ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരിക്കലും ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ബുള്ളിഷ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമുക്ക് കണ്ണുമടച്ച് നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈയിലോട്ട് പോകാൻ പറ്റുന്ന ഒരു ലെവലല്ല ഇപ്പൊ നിഫ്റ്റി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പം ഒരു അപ്പ് മൂവ്മെന്റ് സംഭവിക്കണമെങ്കിൽ ഈ ഒരു ലെവൽ, അതായത് 23,136 എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 23,132. അപ്പം ഈ ലെവൽ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണം. കാരണം ഈ ഒരു ലെവൽ ഇപ്പൊ 2 തവണ ഇവിടുന്ന് ഫോള് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യാതെ ഒരിക്കലും നിഫ്റ്റിക്ക് ഇന്ന് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിയാലും ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു സെയിം ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇന്നലെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണത്. അപ്പം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു സെയിം പാറ്റേൺ ആണ് ഇന്നലെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പം നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലെവൽ ഭയങ്കര ക്രിട്ടിക്കലാണ്. അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവല് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പം ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഫോള് ഇവിടുന്ന് തുടങ്ങിയിട്ട് വീണ്ടും ആ സെയിം ലെവൽ വന്നപ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റി ഇവിടെയും ഒരു റെസിസ്റ്റൻസ് എടുത്തു. നമുക്കത് കാണാൻ പറ്റും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് എവിടെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്, അതായത് ഇന്നിപ്പോ 13th വ്യാഴം, ഇത് ഇന്നലത്തെ ഡേ ഹൈ ആണ്, ഇത് ഇന്നത്തെ ഡേ ലോ ആണ്. അപ്പം ഈ ഒരു ലെവൽ, അതായത് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നോട്ട് ട്രേഡ് സോൺ ആയിട്ട്, അല്ലെങ്കിൽ നമ്മളെ കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബയസിനെ ശരിക്കും ട്രാപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത ശരിക്കും ഉള്ള ഒരു ലെവലാണ് ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഒരു മാർക്കറ്റ് ഒരു സൈഡ് ബേസ് ആയിട്ട് പോയിരിക്കുന്ന ഒരു റീജിയനിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. കാരണം നമ്മൾ ഈ ചാർട്ടിൽ നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു കുഴപ്പം, ഒരു നോട്ട് ട്രേഡ് സോൺ നമുക്ക് മാർക്കറ്റിൽ പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മൾ നമ്മളൊരു ഹോപ്പിലാണ് മേടിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കോള പുട്ട മേടിക്കുമ്പോഴത്തേനും ഒരു പെട്ടെന്നൊരു സ്പൈക്ക് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു നോട്ട് റേറ്റ് സോണിലാണ് മാർക്കറ്റ് പെട്ട് കിടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു മൂവ്മെന്റ് ഒരിക്കലും അവിടെ സംഭവിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്, കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നിങ്ങളുടെ ഒരു ട്രേഡിങ്ങിൽ നിങ്ങൾ മെച്ചപ്പെടുത്തി എടുക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാർട്ട് ട്രേഡിങ്ങിൽ ഏറ്റവും മെച്ചപ്പെടുത്തേണ്ട ഒരു മേഖല എന്ന് പറയുന്നത്, നമുക്ക് ചാർട്ടിൽ നമുക്ക് നോട്ട് ട്രേഡ് സോണുകൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അത് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ തന്നെ നമുക്കൊരു പകുതിയെങ്കിലും നമ്മുടെ ഈ ഒരു റോങ് ആയിട്ടുള്ള എൻട്രികൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഇവിടെ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നോട്ട് ട്രേഡ് സോൺ ആയിട്ട്, അതായത് ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് സംഭവിച്ച ഒരു റീജിയൻ ആണ്. അപ്പം അതുകൊണ്ട് ഈ ലെവലിനകത്താണ് മാർക്കറ്റ് ഇന്നിപ്പോ എക്സ്പയറി ഡേയും കൂടെ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെവലിനകത്താണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ ഒരു ലെവല് ഇവിടെ നിന്ന് ഒരു ഫോൾ നടന്നു, വീണ്ടും ആ സെയിം ലെവലിൽ നിന്ന് ഇവിടെ ഫോൾ നടന്നു. അപ്പോഴത്തേന് അതുകൊണ്ട് ഇപ്പം ഈ മാർക്കറ്റ് അത് കഴിഞ്ഞിട്ട് ഈ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ ഒരു ലെവലിനകത്താണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഈ ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുക, മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ താഴോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാതെ നിങ്ങൾ യാതൊരു കാരണവശാലും ഈ ഒരു ലെവലിനകത്ത് നിൽക്കുമ്പോഴത്തേനും എൻട്രി എടുക്കരുത്. കാരണം ഉറപ്പായിട്ടും ഇന്ന് പ്രീമിയം മെൽറ്റ് ചെയ്യുന്ന ഒരു റീജിയൻ ആണ് ഇത്. അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പൊ നമുക്കിപ്പോ നിഫ്റ്റിയുടെ ഒരു ഇന്നത്തെ ഒരു ഓപ്പണിങ്ങിന് ഒരു സിനാരിയോസ് നമുക്ക് നോക്കാം. ഇതാണ് മാർക്കറ്റിൽ ഇന്നലത്തെ PDH എന്ന് പറയുന്നത് ഈ ലെവലാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ആ ലെവല്. മാർക്കറ്റിൽ നിഫ്റ്റിയുടെ ഇന്നലത്തെ PDH, PDL മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് PDCയും കൂടെ മാർക്ക് ചെയ്യണം. പിന്നെ ഇന്നലത്തെ ആ ഒരു റേഞ്ച് മൊത്തത്തിലൊന്ന് മാർക്ക് ചെയ്യാം.
അപ്പൊ നമ്മൾ ഇന്നലത്തെ ആ ഒരു റേഞ്ച് ഇതാണ്, അതായത് ഇന്നലത്തെ ഡേ ഹൈ ഇത്, ഇന്നലത്തെ ഡേ ലോ ഇത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വേറൊരു കാര്യം എന്ന് കഴിഞ്ഞാല് ഇന്നലത്തെ മാർക്കറ്റിന്റെ ആ ഒരു റേഞ്ചിന്റെ 50% മുകളിൽ, അതായത് ഫോള് കഴിഞ്ഞതിന് ശേഷം ഉള്ള ആ ഒരു 50% ലെവൽ മാർക്കറ്റ് ഇന്നലെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പം ആ ലെവലിന് മുകളിലാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത്, അതായത് മാർക്കറ്റ് സപ്പോസ് ഇതാണ് PDH, ഇതാണ് PDC. അതായത് ഇന്നലത്തെ മാർക്കറ്റിന്റെ ക്ലോസ് എന്ന് പറയുന്നത് ഏകദേശം PDH-നോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇന്ന് മാർക്കറ്റ് സപ്പോസ് ഈ PDH-നും PDC-ക്കും ഇടയ്ക്കാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് സങ്കല്പിക്കുക. അതായത് ഈ PDH-ൽ എക്സാക്ട്ലി ഒരു ഓപ്പണിംഗ് റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ PDC ബ്രേക്ക് ചെയ്യാൻ പാടില്ല. മാർക്കറ്റ് നിന്ന് മുകളിലോട്ടാണ് പോകേണ്ടതെങ്കിൽ, അതായത് ഈ ഒരു ഇന്നലത്തെ ഒരു റിക്കവറി മോഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ഇന്ന് ഈ PDC-ക്ക് മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ PDC-യുടെ മുകളിൽ ഒരു 10-15 മിനിറ്റ് എങ്കിലും സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ PDH ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി ഇൻ കേസ് ഈ ഒരു PDC-ക്കും PDH-നും ഇടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ PDC ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്രീവിയസ് സിംഗിളോ ആയിരിക്കും. അപ്പം ഈ ഒരു ലെവലും കൂടെ സപ്പോർട്ട് മാർക്കറ്റിന് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് PD വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ PDC-ക്ക് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് ഈ ഒരു ലെവൽ, അതായത് 23,950 എന്ന് പറഞ്ഞ 22,950 എന്ന് പറഞ്ഞ ലെവല് ക്രിട്ടിക്കലാണ്. ആ ലെവല് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ വീണ്ടും ഇന്ന് PDL വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇൻ കേസ് മാർക്കറ്റ് ഇന്ന് ബുള്ളിഷ് ആയിട്ട് ഈ PDH-ന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ വീണ്ടും ഇവിടെയൊക്കെ നമുക്ക് ഷാർപ്പായിട്ടുള്ള സെല്ല് നടന്ന ലെവൽ ഇവിടെ മേളിലുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാം സിവിയർ ആയിട്ടുള്ള സെല്ല് നടന്ന സെല്ലേഴ്സ് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ലെവലുകളാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലെവലുകൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകളാണ്. അതായത് ഈ ലെവല് നിങ്ങൾക്ക് ഒരു സെല്ലിങ് എക്സ്പെക്ട് ചെയ്യാവുന്ന ലെവലുകളാണ് അതെല്ലാം. അതുകൊണ്ട് നിങ്ങളുടെ ചാർട്ടിൽ മസ്റ്റായിട്ടും ഈ ലെവലുകൾ മാർക്ക് ചെയ്യണം. നിങ്ങൾ ഈ PDH-ന് മുകളിലാണ് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് എങ്കിലും ഈ PDH-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാതെ യാതൊരു കാരണവശാലും നിങ്ങൾ മുകളിലോട്ട് അല്ലെങ്കിൽ ഒരു എൻട്രി പ്ലാൻ ചെയ്യരുത്. കാരണം കോൾ ഓപ്ഷൻ ബൈങ്ങിൽ നമുക്ക് മുകളിലാണെങ്കിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, PDH-ന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ലെവലിലൊക്കെ നമ്മൾ ട്രാപ്പിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലെവലൊക്കെ എത്തുമ്പോഴത്തേനും മാർക്കറ്റ്, അതായത് നിങ്ങളിപ്പം ഈ PDH-ന് മുകളിൽ നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളൊരു കോൾ ഓപ്ഷൻ മേടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടൊരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പിൽ മാത്രമേ മേടിക്കാവുള്ളൂ. രണ്ടാമത് ഒരു അധികം ഒന്നും വെയിറ്റ് ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് എപ്പോൾ വേണമെങ്കിലും സെല്ലിങ് മുകളിൽ നിന്ന് വരാം. അതുകൊണ്ട് ഒരു നല്ലൊരു പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇൻ കേസ് ഈ ഒരു ലെവലിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, അതായത് 22,950 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് താഴോട്ട് വന്നിട്ട് PDL-ൽ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ ഒരു ലെവലിൽ നിന്ന് ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി വന്ന ഒരു ലെവലാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു സ്ട്രോങ് ഇന്നത്തെ ട്രേഡിങ്ങിൽ നമുക്കൊരു സ്ട്രോങ് ഡിമാൻഡ് സോൺ ആയിട്ട് ഈ ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പണിംഗ് സിനാറിയോസ് നിങ്ങൾ മനസ്സിൽ വെക്കണം. അതുകൂടാതെ നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യങ്ങളാണ്. നിങ്ങൾ നിഫ്റ്റി മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയും കൂടെ സിങ്ക് ആകാതെ ചിലപ്പം മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു മൂവ്മെന്റ് അത് മുകളിലോട്ടാണെങ്കിലും ശരി താഴോട്ടാണെങ്കിലും ശരി നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും എപ്പോഴും ബാങ്ക് നിഫ്റ്റിയുടെ ലെവലും കൂടെ നിങ്ങൾ നോക്കണം. അതായത് ചിലപ്പോൾ നിഫ്റ്റിയിൽ ചിലപ്പം നമുക്ക് നോക്കുമ്പോഴത്തേനും ഒരു റെസിസ്റ്റൻസ് ലെവലോ സപ്പോർട്ട് ലെവലോ നമുക്ക് കാണത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം നിങ്ങളെ നിഫ്റ്റിയിൽ നിങ്ങൾ എൻട്രി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലും ആ ഒരു സമയത്ത് ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ ഒരു പക്ക ഒരു റെസിസ്റ്റൻസ് ലെവലിലോ സപ്പോർട്ട് ലെവലോ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മൂവ്മെന്റ് ചിലപ്പം നിഫ്റ്റിയിൽ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിഫ്റ്റിയിൽ ഒരു എൻട്രി എടുക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയും കൂടെ
ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കണം ഏതെങ്കിലും ഒരു സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ ആണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് എന്നുള്ളത്. രണ്ടും ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ സപ്പോർട്ട് ലെവൽ ആണെങ്കിൽ മാത്രം നമുക്ക് കുറച്ചുകൂടെ കൺവിക്ഷൻ ആണ് നമുക്കൊരു കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ മേടിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ട്രേഡിങ്ങിൽ നിങ്ങൾ ഇതൊരു ശീലമാക്കി എടുത്തേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾ നിഫ്റ്റി മാത്രമായിട്ട് ട്രേഡ് ചെയ്യുമ്പോഴത്തേനും എനിക്കും പറ്റിയിട്ടുണ്ട്. അതായത് പല ട്രേഡേഴ്സിനും പറ്റുന്ന കുഴപ്പമില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം വെച്ചാൽ എന്തുകൊണ്ടാണ് അവർ നോക്കുമ്പോഴത്തേനും മുകളിലോ താഴെയോ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇല്ല, പക്ഷെ എന്തുകൊണ്ടാണ് ഇത് അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രീമിയത്തിൽ മൂവ്മെന്റ് വരാത്തതിന് കാരണം മറ്റൊന്നുമല്ല. അതായത് മറ്റേ ഇൻഡെക്സ്, അതായത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിഫ്റ്റിയെ ട്രാക്ക് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് പറ്റും, ബാങ്ക് നിഫ്റ്റിയെ ട്രാക്ക് ചെയ്യാനായിട്ട് നിഫ്റ്റിക്കും പറ്റും. ഇപ്പം ഇത് എപ്പോഴും നമുക്ക് നല്ലൊരു ട്രേഡ് അല്ലെങ്കിൽ നല്ല റിസ്ക് റിട്ടേൺ കിട്ടുന്ന ഒരു ട്രേഡ് കിട്ടുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയും ശരിക്കും പ്രോപ്പറായിട്ട് സിങ്ക് ചെയ്ത് നിൽക്കുമ്പോഴത്തേനാണ് നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള പോസിബിലിറ്റി. അപ്പം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. നിങ്ങൾ ചാർട്ടിൽ ഈ പറഞ്ഞ ലെവലുകൾ മാർക്ക് ചെയ്തിട്ട് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് കണ്ണ് ഉടച്ച് ചാടി കയറി അവിടെ എവിടെയും റെഡ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഗ്രീൻ ക്യാൻഡിലോ കാണുമ്പോഴത്തേനും കോളം പുട്ടും മാറി മേടിച്ച് നിങ്ങൾ ഒരിക്കലും ഇന്ന് നിങ്ങളുടെ പ്രീമിയം മെൽട്ട് ആവാനുള്ള ഏറ്റവും പോസിബിലിറ്റി ഉള്ള ദിവസം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കെയർഫുൾ ആയിട്ട് നമ്മുടെ പക്ക ലെവലുകൾ വരുന്നിടം വരെ നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ കിട്ടാതെ നമ്മൾ എന്തിനാണ് കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ മേടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങളുടെ ട്രേഡുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഹാപ്പി ട്രേഡിംഗ്.